ചോദിക്കാനുള്ള അവസരമാണ് ഇനി നാം ഒരുക്കുന്നത്. ചോദ്യോത്തര സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ശ്രീ രവിശങ്കറിനോടാണ്. എന്റെ പേര് മുഹമ്മദ് അസിമുദ്ദീൻ ഇല്യാസ് എന്നാണ്. ഞാനൊരു ഇസ്ലാമത പ്രബോധകനാണ്. എന്റെ ചോദ്യം ശ്രീ രവിശങ്കറിനോടാണ്. ഡോക്ടർ സാക്കിർ നായിക് ഇവിടെ ദൈവത്തിന്റെ ഏകത്വം സ്ഥാപിച്ച് സംസാരിച്ചു. ഖുർആനിൽ നിന്നും വേദങ്ങളിൽ നിന്നും അദ്ദേഹം തന്റെ വാദങ്ങൾക്ക് തെളിവുദ്ധരിക്കുകയുണ്ടായി. ഖുർആനും വേദങ്ങളും ദൈവത്തെ സംബന്ധിച്ച് സമർത്ഥിക്കുന്ന ഈ തത്വത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? വേദോദ്ധാരണകൾ ഉപയോഗിച്ച് സമർത്ഥിക്കപ്പെട്ട കാര്യങ്ങളോട് എനിക്കൊരു വിയോജിപ്പുമില്ല. പൂർണ്ണമായും ശരിയാണവ. അടുത്ത ചോദ്യം ഡോക്ടർ സാക്കിർ നായിക്കിനോടാണ്. അസ്സലാമു അലൈക്കും ഡോക്ടർ സാക്കിർ നായിക്. എന്റെ പേര് സിക്കന്ദർ അഹമ്മദ് സൈഗിൾ എന്നാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ദ കോമൺ ത്രെഡ് എന്ന ശ്രീ രവിശങ്കറിന്റെ പുസ്തകത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ശ്രീ രവിശങ്കർ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രവിശങ്കർജി നല്ല ഉദ്ദേശങ്ങളോടെയാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. തിരക്ക് പിടിച്ച് എഴുതിയതിനാൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള സ്ഥിതിക്ക് നാം അത് മുഖവിലക്കെടുക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ആശ്രയിക്കേണ്ടതിന് പകരം ചില പാരമ്പര്യങ്ങളെയാണ് ഗുരുജി പുസ്തകത്തിൽ ആശ്രയിച്ചിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം. പുസ്തകത്തിന്റെ 6ാമത്തെ പേജിൽ റമദാൻ എന്ന പദത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. രാമ, ഹൃദയത്തിൽ തിളങ്ങുക, ധ്യാനിക്കുക എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് റമദാൻ എന്ന പദം നിഷ്പന്നമായതെന്ന് അവിടെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. റമദാൻ ധ്യാനിക്കാനുള്ള മാസമാണ് എന്നാണ് ശ്രീയുടെ സമർത്ഥനം. മതതാരതമ്യ പഠന രംഗത്തെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പ്രസ്തുത വിശകലനത്തോട് ഞാൻ വിയോജിക്കുന്നു. റമദാൻ എന്ന പദത്തിന്റെ മൂലം റമദ് എന്ന അറബി പദമാണ്. സൂര്യതാപമേറ്റ് ചുട്ടുപഴുത്ത ഭൂമി എന്നാണ് ഈ പദത്തിനർത്ഥം. ഇസ്ലാമിക കലണ്ടറിലെ 9ാമത്തെ മാസമാണ് റമദാൻ. അത് വേനൽക്കാലത്തായതിനാലായിരിക്കണം ആ പേര് വന്നത്. അതിന്റെ ഉത്ഭവം സംസ്കൃത പദത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. നമാസ്, നമസ്കാരം എന്ന സംജ്ഞ നമഃ, ആരാധന, യജ, ദൈവസാമീപ്യം എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നും പുസ്തകത്തിലുണ്ട്. ഈ വാദം ശരിയല്ല. നമാസ് എന്നത് ഒരു അറബി പദം തന്നെയല്ല. ഖുർആനിലോ ഹദീസിലോ എവിടെയും ഈ പദം കാണുക സാധ്യമല്ല. ആരാധനാക്രമത്തിന് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സ്വലാത്ത് എന്നാണ്. നമാസ് എന്നത് ഒരു പേർഷ്യൻ പ്രയോഗമാണ്. ഈ പദം അധികവും ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനകത്തുള്ളവരാണ്. അതൊരു ഇസ്ലാമിക പദമല്ല. പേർഷ്യൻ പദമായ നമാസിന്റെ അർത്ഥം ദാസ്യം എന്നാണ്. അതൊരു ഇസ്ലാമിക പദമോ അറബി പദമോ അല്ല. ശ്രീ രവിശങ്കറുടെ പുസ്തകത്തിലൂടെ വീണ്ടും കടന്നുപോകുമ്പോൾ ഗർഭ, ഗ്രഹ എന്നീ സംസ്കൃത പദങ്ങളുടെ സങ്കലനവും ലോപനവും വഴി ഉണ്ടായ പദമാണ് കാബ എന്ന് നമുക്ക് കാണേണ്ടി വരുന്നു. സംസ്കൃത പദങ്ങളുമായി വിശേഷിച്ച് അതിനൊരു ബന്ധവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ കാബ് എന്ന അറബി പദത്തിൽ നിന്നാണ് കാബ രൂപം കൊണ്ടത്. കാബ എന്ന പദത്തിനർത്ഥം ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. അഥവാ ഉയർന്നു നിൽക്കുന്ന 4 മൂലകളുള്ള ഭവനത്തെയാണ് കാബ എന്ന പദം അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പദത്തിന്റെ ഉത്ഭവം സംസ്കൃത പദത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് ആധികാരികമല്ല. കാബയിലെ ഹജറുൽ അസ്വദ് അഥവാ കറുത്ത കല്ല് സംഖേ അസ്വദ എന്നതിൽ നിന്നുണ്ടായതാണ്. അത് ശിവലിംഗമാണ് എന്നും പറയുന്നു. ഇതിനോടും ഞാൻ വിയോജിക്കുന്നു. ഹജർ, കല്ല്, അസ്വദ്, കറുത്തത് എന്നീ അറബി പദങ്ങളിൽ നിന്നാണ് ഹജറുൽ അസ്വദ് ഉണ്ടാകുന്നത്. ഇത് ശിവലിംഗമാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇതൊരു അറബി പദമാണ്. ഗ്രന്ഥകാരന്റെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുമ്പോഴും വിവരം കുറഞ്ഞ ആളുകളെ പുസ്തകം വഴിതെറ്റിക്കുമെന്ന വസ്തുതയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശരിയാണെന്ന് ധരിക്കാനിടയുണ്ട്. ഉദാഹരണത്തിന് 11ാം പേജിൽ 12ാം ഭാഗത്തിൽ ശവസംസ്കാരത്തെയും മറമാടലിനെയും കുറിച്ച് എന്നെ വിലയിരുത്താനുള്ള പരമമായ മാനദണ്ഡമായി ആ ഗ്രന്ഥത്തെ എടുക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എനിക്ക് ന്യായീകരണങ്ങൾ ചമയ്ക്കാനുള്ള സ്ഥലമല്ലിത്. നിങ്ങൾ അതിനു പിന്നിലുള്ള നല്ല ലക്ഷ്യത്തെ മനസ്സിലാക്കണം. എന്റെ വിശകലനങ്ങൾ പണ്ഡിതോചിതമല്ലായിരിക്കാം. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ കൂടുതൽ നല്ല ബന്ധമുണ്ടാക്കണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പുസ്തകം മുഴുവൻ അബദ്ധങ്ങളാണെന്ന് കരുതുന്നവർക്ക് അത് വായിക്കാതിരിക്കാം.
അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നത് എന്തിനാണ്? എല്ലാ മതങ്ങളിലുമുള്ള നന്മകൾ കണ്ടെത്തണമെന്നാണ് എനിക്ക് ആത്യന്തികമായി പറയാനുള്ളത്. ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പരിവർത്തനം ഒന്നിനും പരിഹാരമല്ല. ഏതൊരറിവും നാം സ്വായത്തമാക്കണം. ആ പുസ്തകം 3 ദിവസം കൊണ്ട് തയ്യാറാക്കിയതാണ്. തിരക്ക് പിടിച്ചെഴുതിയത് കാരണം അബദ്ധങ്ങൾ നിരവധി വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തന്നെ അറിയാം. വേണമെങ്കിൽ ഞാൻ തന്നെ കുറെ അബദ്ധങ്ങൾ ഇവിടെ പരാമർശിക്കാം. അതിലെ അബദ്ധങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും കടക്കാതിരിക്കട്ടെ. അത് വലിയൊരു കാര്യമായി എടുക്കേണ്ടതില്ല. എനിക്കറിയാം അതിൽ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ഒരു തവണ മാത്രമേ അത് അച്ചടിച്ചിട്ടുള്ളൂ. 2ാമത്തെ എഡിഷനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇരുവിഭാഗക്കാരെയും ഒന്നാക്കണമെന്ന ലക്ഷ്യം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. ആ പുസ്തകം ഒരിക്കലും പണ്ഡിതോചിതമല്ലായിരിക്കാം. ആ പുസ്തകം എഴുതിയ സാഹചര്യം ഞാനിവിടെ ആരംഭത്തിലെ സൂചിപ്പിച്ചതാണ്. ജനങ്ങളെ ഒരുമിപ്പിക്കാനാണ് അതിന്റെ പിന്നിലുള്ള ശ്രമമെങ്കിൽ പ്രശ്നമില്ല. മറിച്ചാണെങ്കിൽ അത് ശരിയല്ല. നമ്മുടെ പ്രാസംഗികരെ നാം നിശ്ചയിച്ച സമയക്രമം പിന്തുടരാൻ ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. ഉത്തരം പറയുന്ന ആൾക്ക് 5-6 മിനിറ്റ് സമയം നൽകാനാണ് തീരുമാനം. അതിനിടയ്ക്ക് മറ്റൊരാൾ സംസാരിച്ചാൽ നഷ്ടപ്പെട്ട സമയം കൃത്യമായി കണക്കാക്കി പരിഹാരമുണ്ടാക്കാൻ ഞാൻ പ്രയാസപ്പെടും. എന്റെ കയ്യിൽ സ്റ്റോപ്പ് വാച്ച് ഉണ്ടെങ്കിലും ശരി, സമയത്തിന്റെ ഫലപ്രദമായ വിനിയോഗത്തിന് നമ്മുടെ ക്രമം കർശനമായി തന്നെ പിന്തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യം കൃത്യമായും വ്യക്തമായും വളരെ ലളിതമായ ഭാഷയിൽ പെട്ടെന്ന് തന്നെ ചോദിച്ചു തീർക്കാൻ ശ്രമിക്കുക. തിരക്ക് പിടിച്ചെഴുതിയതുകൊണ്ടാണ് അബദ്ധങ്ങൾ സംഭവിച്ചതെന്ന് ശ്രീ രവിശങ്കർജി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയ സ്ഥിതിക്ക് നാം അത് അംഗീകരിക്കണം. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ സംശയിക്കുന്നില്ല. പുസ്തകം വീണ്ടും പുറത്തിറക്കാൻ ഉദ്ദേശമില്ലെന്ന പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഇസ്ലാമും ഹിന്ദുമതവും തമ്മിലുള്ള സാമ്യതകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ ധാരാളം കോപ്പികൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായും അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കും. ആധികാരികമായ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ തന്നെ. ആരുടെയും വികാരങ്ങളെ ആ പുസ്തകം മുറിപ്പെടുത്തുകയില്ല എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്.